ചൈനയിലെ ഒരു ശാന്തമായ ഗ്രാമത്തിൽ കുസൃതിക്കാരനായ ഒരു ചെറിയ പയ്യൻ ഓരോ കോണിലും സാഹസികതയും കുസൃതികളും കണ്ടെത്തുന്നു. രഹസ്യ ഒളിത്താവളങ്ങൾക്കും മോഷ്ടിച്ച കഥാപുസ്തകങ്ങൾക്കും കളിയായ തമാശകൾക്കുമിടയിൽ അവന്റെ ദിവസങ്ങൾ ചിരിയും വെല്ലുവിളികളും പ്രതീക്ഷിത പാഠങ്ങളും നിറഞ്ഞതാകുന്നു. എന്നാൽ ഒരു പുതിയ അധ്യാപിക എത്തുന്നതോടെ എല്ലാം മാറിമറിയാൻ തുടങ്ങുന്നു. ഏവർക്കും നമസ്കാരം. സിനിമാ കഥയിലേക്ക് സ്വാഗതം. പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ചെറിയ സാഹസികതകളുടെയും കൂടെ വളർന്നുവന്ന ഒരു ചെറിയ കഥയാണ് ദ ഹോം ഇൻ ദ ട്രീ. ഏറെ രസകരമായ ചലച്ചിത്രത്തിന്റെ കഥ നമുക്ക് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ചൈനയിലെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന വാങ് എന്ന പേരുള്ള ഒരു കൊച്ചു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവന്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ ഒരു വീട്ടമ്മയും അച്ഛനൊരു ആശാരിയുമാണ്. വാങ് വളരെയധികം കുസൃതി നിറഞ്ഞവനും വില്ലത്തരവുമുള്ള കുട്ടിയായിരുന്നു. എന്നാൽ പഠനത്തിലാകട്ടെ അവനൊട്ടും മിടുക്കനുമായിരുന്നില്ല. അവന്റെ മോശം മാർക്കുകളും കുസൃതിത്തരങ്ങളും കാരണം അധ്യാപകരിൽ നിന്ന് സ്ഥിരമായി പലവിധ ശിക്ഷകൾ അവന് ലഭിച്ചിരുന്നു. ഒരു ദിവസം രാവിലെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറിക്ക് പുറത്തിരിക്കുമ്പോൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് വാങ് കഥാപുസ്തകങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. ഒരു വടിയുടെ അറ്റത്ത് ഘടിപ്പിച്ച കൊളുത്തുപയോഗിച്ചായിരുന്നു കെട്ടിവെച്ചിരുന്ന ആ കഥാപുസ്തകങ്ങൾ അവൻ പൊക്കിയെടുത്തത്. ആ നിമിഷം സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ മിങ് അവനെ കൈയോടെ പിടികൂടി. മിസ്റ്റർ മിങ് വാങ്ങിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവന്റെ സർഗാത്മകതയെ അദ്ദേഹം ഒരിക്കലും പിന്തുണച്ചിരുന്നില്ല. അദ്ദേഹം വാങ്ങിനെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കഥാപുസ്തകങ്ങൾ തിരികെ വാങ്ങി. യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾ വാങ്ങിന്റേത് തന്നെയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് തങ്ങളുടെ പക്കലുള്ള എല്ലാ കഥാപുസ്തകങ്ങളും സ്കൂൾ ലൈബ്രറിയിൽ സമർപ്പിക്കാൻ മിസ്റ്റർ മിങ് എല്ലാവരോടും ആവശ്യപ്പെട്ടത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ സ്കൂളിൽ ചെക്കിങ്ങിനെത്തുമായിരുന്നു. അവരുടെ ലൈബ്രറിയിൽ ആവശ്യത്തിന് പുസ്തകങ്ങളില്ല. ഒരു മാസത്തിനകം ലൈബ്രറിയിലേക്ക് എത്തുന്ന പുസ്തകങ്ങൾ തിരികെ നൽകും എന്നായിരുന്നു അന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത്. അത് കേട്ടപ്പോ തന്റെ പക്കലുള്ള എല്ലാ കഥാപുസ്തകങ്ങളും ലൈബ്രറിക്ക് നൽകാമെന്ന് വാങ് പറഞ്ഞു. അങ്ങനെ അവൻ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എല്ലാ കഥാപുസ്തകങ്ങളും എടുത്തുകൊണ്ടുവന്ന് നേരെ പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും അവ തിരികെ കിട്ടിയില്ല. അതുകൊണ്ടാണ് അവൻ തന്റെ പുസ്തകങ്ങൾ തന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. അന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു, നീ അടുത്ത പരീക്ഷയിൽ ജയിച്ച നിന്റെ പുസ്തകങ്ങൾ തിരികെ തരാം. അതിനുശേഷം 7 മാസം ഗർഭിണിയായ അവരുടെ ചൈനീസ് അധ്യാപിക മിസ് ഷാവോയെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഷാവോ അന്ന് ക്ലാസ്സിലേക്ക് എത്തി വാക്യഘടന പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ആർക്കാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയുക? അവർ ചോദിച്ചു. വാങ് എഴുന്നേറ്റ് നിന്ന് മിസ് ഷാവോയുടെ വലിയ വയറിനെ കുറിച്ച് ഒരു വാക്യമുണ്ടാക്കി. അത് കേട്ട് വിദ്യാർത്ഥികൾ വല്ലാതെ ചിരിച്ചു. മിസ് ഷാവോയ്ക്ക് ദേഷ്യം വരികയും അവനെ ക്ലാസ്സിന് പുറത്താക്കുകയും ചെയ്തു. സമാനമായി അടുത്ത ക്ലാസ്സിൽ വളരെ ലളിതമായൊരു ഗണിത പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ മിസ്റ്റർ മിങ് അവനെ ക്ലാസിന്റെ പുറകിൽ എഴുന്നേപ്പിച്ചു നിർത്തി. അധ്യാപകൻ പറഞ്ഞു, നിന്റെ സഹപാഠി സിയെ നോക്കിക്കേ, അവൾ എല്ലാ വിഷയത്തിലും ഒന്നാമതാ. നിനക്കാണെങ്കിൽ ഒരെണ്ണത്തിൽ പോലും ജയിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇന്നു മുതൽ നീ അവളെ ഫോളോ ചെയ്യണം. അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോ വാങ് സിയെ അങ്ങ് പിന്തുടരാൻ തുടങ്ങി. ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. അത് സിയെ അലോസരപ്പെടുത്തി. വാങ് പറഞ്ഞു, നിന്നെ ഫോളോ ചെയ്യാനാ അധ്യാപകൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിന്റെ പിന്നിൽ നിന്ന് മാറില്ല. സിയ അക്കാര്യം മിസ്റ്റർ മിങ്ങിനോട് പരാതിപ്പെട്ടു. അദ്ദേഹം വാങ്ങിനെ വീണ്ടും ശിക്ഷിക്കുകയും ചെയ്തു. അധ്യാപകരിൽ നിന്ന് ശിക്ഷ വാങ്ങുന്നത് വാങ്ങിന്റെ ദിനചര്യയായി മാറി. സ്കൂൾ കഴിഞ്ഞപ്പോ വാങ് ഒരു വലിയ മരമുള്ള ഒരു പാടത്തേക്ക് പോയി. എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞാൽ വാങ്ങി മരത്തിനടുത്തേക്ക് വരുമായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ആ മരം അവന്റെ മറ്റൊരു വീട് പോലെയായിരുന്നു. അവൻ തന്റെ കളിയുപകരണങ്ങളെല്ലാം അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. അവൻ ദിവസവും അവന്റെ ഒരുപാട് മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചിരുന്നു. അതായിരുന്നു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. അടുത്ത ക്ലാസ്സിൽ മിസ് ഷാവോ ഹോംവർക്ക് നൽകിയിരുന്നു. പക്ഷേ വാങ് അത് ചെയ്തിരുന്നില്ല. അതിനാൽ അവൻ മറ്റൊരു ക്ലാസ് മുറിയിൽ ഒളിച്ചിരുന്നു. പക്ഷേ മിസ് ഷാവോ അവനെ കണ്ടെത്തി ഹോംവർക്ക് പൂർത്തിയാക്കാതെ വീട്ടിൽ പോകാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവൻ വൈകുന്നേരം വരെ സ്കൂളിലിരുന്ന് പാഠങ്ങൾ മനഃപ്പാടമാക്കി. മിസ് ഷാവോയുടെ മുറിയുടെ വാതിലിൽ മുട്ടി. ഒരു സുന്ദരിയായ സ്ത്രീയായിരുന്നു അവനപ്പോൾ അവിടെ കണ്ടത്. അവരുടെ പേര് മിസ് ഫെൻ എന്നാണ്. മിസ് ഫെൻ മിസ് ഷാവോയുടെ അനിയത്തിയായിരുന്നു. മിസ് ഷാവോ ഗർഭിണിയായതിനാൽ കുറച്ചു മാസത്തിലേക്ക് നഗരത്തിലേക്ക് മാറും. ആ സമയത്ത് മിസ് ഫെൻ ആയിരിക്കും അവരുടെ ചൈനീസ് അധ്യാപിക. അക്കാര്യം അവൻ മനസ്സിലാക്കി. സ്കൂൾ സമയം കഴിഞ്ഞിട്ട് കുറേയായല്ലോ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? മിസ് ഫെൻ അവനോട് ചോദിച്ചു. പാഠങ്ങൾ മനഃപ്പാടമാക്കാതെ വീട്ടിൽ പോകരുതെന്ന് മിസ് ഷാവോ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു വാങ് പറഞ്ഞത്.
അപ്പോഴാണ് മിസ് ഷാവോ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വന്നതും കുട്ടിയെ ഇങ്ങനെ ഒറ്റയ്ക്കിരുത്തരുതായിരുന്നുവെന്നും ഉച്ചയ്ക്ക് ശേഷം അവനൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നുവെന്നും മിസ് വെൻ ഷാവോയ്ക്കടുക്കൽ പറഞ്ഞു. തുടർന്ന് മിസ് ഷാവോ വാങ്ങിനെ വിളിച്ച് മനഃപ്പാടമാക്കിയ പാഠം പറയാൻ പറഞ്ഞു. പക്ഷേ അവനത് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവനത് കൃത്യമായി മനഃപ്പാടമാക്കിയിട്ടുമുണ്ടായിരുന്നില്ല. അതിനാൽ അത് വീണ്ടും മനഃപ്പാടമാക്കാൻ അവർ അവനോട് പറഞ്ഞു. കുട്ടികളോട് അധ്യാപകർ ഇത്രയും കർക്കശക്കാരാവരുത് എന്നായിരുന്നു മിസ് വെൻ ആ സമയം പറഞ്ഞത്. വാങ് വളരെ കുസൃതിയും മോശം വിദ്യാർത്ഥിയുമാണെന്നും ഒരു തരത്തിലുള്ള ദയയും അവൻ അറിയിക്കുന്നില്ലെന്നും മിസ് ഷാവോ മറുപടി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് മുറിക്ക് പുറത്ത് വാങ് പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നത് മിസ് വെൻ കണ്ടു. എന്നാൽ ആ ടാപ്പ് കേടായതുകൊണ്ട് വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടതും അവർ അവന് കുടിക്കാൻ ഫ്രൂട്ട് ജ്യൂസ് കൊണ്ടു നൽകി. തന്നോട് ദയയോടെ പെരുമാറിയ ആദ്യത്തെ അധ്യാപികയായിരുന്നു മിസ് വെൻ. അതുകൊണ്ട് തന്നെ വാങ്ങിന് അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ച് ഹോംവർക്ക് പൂർത്തിയാക്കിയ ശേഷം മടങ്ങി വരാൻ മിസ് വെൻ അവനോട് പറഞ്ഞു. ഇത് കേട്ടതും വാങ് കുളിക്കാനായി സ്കൂളിനടുത്തുള്ള ഒരു പുഴയിലേക്ക് പോയി. ആ സമയത്ത് പ്രിൻസിപ്പൽ മിങ് അതുവഴി വന്നു. പുഴക്കരയിൽ വാങ്ങിന്റെ വസ്ത്രങ്ങൾ കണ്ടെത്തി അദ്ദേഹം അത് സ്കൂളിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. മറ്റു വഴികളില്ലാതെ വാങ് പുല്ലുകൊണ്ട് ശരീരം മറിച്ചായിരുന്നു അന്ന് വീട്ടിലേക്ക് പോയത്. അടുത്ത ദിവസം അവന്റെ യൂണിഫോം അവന് തിരികെ നൽകാൻ പ്രിൻസിപ്പൽ തീരുമാനിച്ചു. വാങ് അധ്യാപകന് നൽകാൻ പരസ്യമായി പറയാനുള്ള ഒരു മാപ്പപേക്ഷ എഴുതിക്കൊണ്ടുവന്നിരുന്നു. അഴുക്കുചാലുള്ള ആ പുഴയിൽ തനിയെ നീന്തിയതിനും അധ്യാപകന്റെ അനുവാദമില്ലാതെ സ്കൂളിൽ നിന്ന് പോയതിനും താൻ ഖേദിക്കുന്നുവെന്നും ഇനിയൊരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ലെന്നും അവനതിൽ എഴുതിയിരുന്നു. അധ്യാപകൻ അവന് മാപ്പ് നൽകിയെങ്കിലും ക്ലാസിന്റെ പുറകിലുള്ള ഒരു പൊട്ടിയ ബെഞ്ചിലിരുത്തി അവനെ ശിക്ഷിച്ചു. സ്കൂൾ കഴിഞ്ഞപ്പോ സിയയും കൂട്ടുകാരും കളിക്കാൻ വാങ്ങിന്റെ മരത്തിനടുത്തേക്ക് വന്നു. സിയ വാങ്ങിന്റെ ഊഞ്ഞാലിലിരുന്നു. അവളുടെ കൂട്ടുകാരി പറഞ്ഞു, ഇങ്ങോട്ട് വരരുതെന്ന് വാങ് പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഈ സ്ഥലം വാങ്ങിന്റേതാണ്. അത് കേട്ടതും സിയ പറഞ്ഞു, വാങ്ങിയ സ്ഥലത്തിന്റെ ഉടമയൊന്നുമല്ലല്ലോ, എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വരും. അപ്പോഴാണ് വാങ് അങ്ങോട്ടേക്ക് എത്തിയത്. അവൻ പറഞ്ഞു, എല്ലാരും ഇപ്പോ തന്നെ ഇവിടുന്ന് പൊക്കോണം, പോകാത്തവരെ ഞാൻ കല്യാണം കഴിക്കും. അത് കേട്ടതും കുട്ടികളൊക്കെ ഭയന്ന് ഓടിപ്പോയി. പിന്നീട് വാങ് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു തെരുവ് കച്ചവടക്കാരൻ അവിടെ എത്തി. തന്റെ ബാഗിൽ ഒരുപാട് ഗോലികളുണ്ട് എന്നാ കച്ചവടക്കാരൻ അവരോട് പറഞ്ഞു. കണ്ണടച്ച് ബാഗിൽ നിന്നും നീലഗോലി എടുക്കാൻ കഴിയുന്നവർ വിജയിക്കുമെന്നും വിജയിക്ക് സമ്മാനമായി ഒരു കഥാപുസ്തകം ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ കളി കളിക്കാൻ അവർ 2 യുവാൻ നൽകണം. തന്റെ പക്കൽ 2 യുവാൻ ഉണ്ടെന്നും കളിക്കാൻ ആഗ്രഹമുണ്ടെന്നും വാങ്ങിന്റെ കൂട്ടുകാരൻ പറഞ്ഞു. അത് കേട്ടപ്പോ വാങ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. അവൻ തന്റെ കളിപ്പെട്ടിയിൽ നിന്ന് 8 നീല ഗോലിയെടുത്ത് കച്ചവടക്കാരന്റെ ബാഗിലേക്കിട്ടു. അതും തീർത്തും രഹസ്യമായി. അവൻ കൈ പുറത്തെടുത്തപ്പോ ബാഗിൽ നീലഗോലികൾ ഇല്ലെന്ന് കച്ചവടക്കാരൻ അവരോട് പറഞ്ഞു. വാങ്ങിന് അവ എവിടെ നിന്ന് കിട്ടി എന്നായി കച്ചവടക്കാരന്റെ ചോദ്യം. അങ്ങനാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു, നിങ്ങൾ നുണയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വാങ് അയാളോട് തർക്കിക്കാൻ ആരംഭിച്ചു. അത് വലിയ വഴക്കിലേക്കും നീണ്ടു. ആ സമയമാണ് മിസ് വെൻ അതുവഴി വന്നത്. മിസ് വെൻ വന്ന് കുട്ടികളെ തടഞ്ഞ് വാങ്ങിനെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവൾ പോയ ശേഷം വാങ്ങിന്റെ അച്ഛൻ അവനെ വഴക്കു പറയാൻ തുടങ്ങി. കച്ചവടക്കാരനിൽ നിന്നും വാങ്ങിയെടുത്ത പുസ്തകം അവന്റെ അച്ഛൻ കത്തിച്ചു കളയുകയും ചെയ്തു. അടുത്ത ദിവസം മിസ് ഷാവോ നഗരത്തിലേക്ക് തിരിച്ചു. മിസ്റ്റർ മിങ് ക്ലാസ്സിൽ വന്ന് അടുത്ത ഏതാനും മാസത്തേക്ക് മിസ് വെൻ ആയിരിക്കും അവരുടെ ചൈനീസ് അധ്യാപികയെന്ന് പറഞ്ഞു. ഏറ്റവും പുറകിൽ വാങ് തനിച്ചിരിക്കുന്നത് അപ്പോഴാണ് മിസ് വെൻ കണ്ടത്. അതോടെ മിസ് വെൻ കാരണം തിരക്കി. മിസ് ഷാവോ തന്നെ ശിക്ഷിച്ചതാണ് എന്ന് അവൻ പറഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ട് വന്നിരിക്കാൻ അവൾ അവനോട് ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് കഥാപുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അധ്യാപകർ അതിനനുവദിക്കുന്നില്ലെന്ന് മിസ് വെൻ ശ്രദ്ധിച്ചു. കഥാപുസ്തകങ്ങൾ വായിക്കുന്നത് മോശം കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ അവൾ സ്കൂൾ പാഠങ്ങൾ കഴിഞ്ഞ ശേഷം വ്യാകരണവും എഴുത്തു നൈപുണ്യവും മെച്ചപ്പെടുത്താൻ അവർക്ക് കഥാപുസ്തകങ്ങൾ വായിക്കാമെന്നും വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവൾ ലൈബ്രറിയിൽ നിന്ന് കഥാപുസ്തകങ്ങൾ കൊണ്ടുവന്നു. വിദ്യാർത്ഥികളിൽ ഒരാൾ ഒരു ലൈബ്രറിയനെ പോലെ ഈ പുസ്തകങ്ങളുടെ ചുമതല ഏറ്റെടുക്കണം എന്ന് മിസ് വെൻ പറഞ്ഞു. പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയും കൃത്യസമയത്ത് ശേഖരിച്ച് ലൈബ്രറിയിൽ തിരികെ നൽകുകയുമാണ് വേണ്ടത്. അതാണ് ലൈബ്രറിയന്റെ ജോലി. ഈ ചുമതല ഏറ്റെടുക്കാൻ വാങ് മുന്നോട്ട് വന്നു. ആ അവസരം തനിക്ക് തരണം എന്നവൻ ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു. അങ്ങനെ അവൾ അവനെ ലൈബ്രറിയനാക്കി. ഇനി മുതൽ എല്ലാ കുട്ടികളുടെയും കഥാപുസ്തകങ്ങളുടെ കൈമാറ്റം കൈകാര്യം ചെയ്യുന്നത് വാങ് ആയിരിക്കും. അവൻ ഈ ഉത്തരവാദിത്തം വളരെ ഗൗരവത്തോടെയാണ് എടുത്തത്. കഥാപുസ്തകങ്ങൾക്കായി എല്ലാവരും ആകാംക്ഷയോടെ അവന്റെ അടുത്തേക്ക് വന്നു. താൻ ഒരു സ്കൂൾ സെലിബ്രിറ്റിയാണെന്ന് അവന് തോന്നാൻ തുടങ്ങി. അവൻ അഭിമാനത്തോടെ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞു. അത് കേട്ടവന്റെ അച്ഛൻ പറഞ്ഞു, നീ നിന്റെ പഠനത്തെ ശ്രദ്ധിക്ക്, ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല.
പിന്നീട് ഒരു ദിവസം കഥാപുസ്തകങ്ങൾ വാങ്ങാൻ വാങ് മിസ് ഫെന്നിന്റെ അടുക്കൽ വന്നു. എന്നാൽ അവളുടെ മുറിയിലെ കട്ടിലിന്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ വാങ് തന്റെ വീട്ടിൽ നിന്ന് മരക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് അത് നന്നാക്കി കൊടുത്തു. പിന്നീട് വാങ് മിസ് ഫെന്നിന് ഗ്രാമം മുഴുവൻ ചുറ്റിക്കാണിച്ചു. അവളെ പക്ഷിയെ പിടിക്കാൻ കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പക്ഷികളെ പിടിക്കുന്നതിന് പകരം അവർക്ക് മുട്ടകളായിരുന്നു ലഭിച്ചത്. അടുത്തതായി അവൻ അവളെ തന്റെ മരത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി താനുണ്ടാക്കിയ ഊഞ്ഞാലിൽ അവളെ ഇരുത്തുകയും ചെയ്തു. അവൻ മരത്തിൽ കയറി തന്റെ കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു. തുടർന്നുള്ള രംഗത്തിൽ ഒരു PTA മീറ്റിംഗ് നടന്നിരുന്നു. അവിടെ വെച്ച് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് മുന്നോടിയായി എല്ലാ വിദ്യാർത്ഥികളും കഥാപുസ്തകങ്ങൾ വായിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ചൈനീസിലും കണക്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും എല്ലാവരും ഒന്നിച്ച് തീരുമാനമെടുത്തു. കാരണം പരീക്ഷ നടത്താൻ മറ്റൊരു സ്കൂളിലെ അധ്യാപകർ വരും. അവരാണ് കുട്ടികൾ വിജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നവർ. യോഗത്തിനു ശേഷം മിസ് ഫെൻ ക്ലാസ് മുറിയിൽ പ്രവേശിച്ചപ്പോ കുട്ടികളൊക്കെ ഉറങ്ങുന്നത് കണ്ടു. കാരണം ഉച്ചഭക്ഷണത്തിനു ശേഷമുള്ള ഇടവേളയിൽ അവർ ഉറങ്ങിപ്പോയിരുന്നു. വാങ് തന്റെ ചെറിയ മേശപ്പുറത്ത് നിന്ന് ഉരുണ്ട് താഴെ വീണു. ഇത് കണ്ട് മിസ് ഫെൻ അവനെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. തനിക്ക് വാഷ്റൂമിൽ പോകണം എന്നായിരുന്നു വാങ് പറഞ്ഞത്. തന്റെ ഷൂസ് ഉപയോഗിക്കാമെന്ന് മിസ് ഫെൻ അവനോട് പറഞ്ഞു. അങ്ങനെ മിസ് ഫെന്നിന്റെ ചുവന്ന ഷൂസും ധരിച്ച് വാങ് വാഷ്റൂമിൽ പോയി. തിരിച്ചെത്തിയ ശേഷം വീണ്ടും അവൻ ഉറങ്ങി. പിന്നാലെയാണ് മിസ്റ്റർ മിങ് പഠിപ്പിക്കാൻ വന്നത്. ക്ലാസ് റൂമിൽ വാങ്ങില്ലെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. കുട്ടികളോട് അദ്ദേഹം ചോദിച്ചപ്പോ അവൻ മിസ് ഫെന്നിന്റെ മുറിയിൽ ഉറങ്ങാൻ പോയിരിക്കുകയാണ് എന്നായിരുന്നു കുട്ടികൾ പറഞ്ഞത്. മിസ്റ്റർ മിങ് അങ്ങോട്ടേക്ക് ചെന്നു. വാങ്ങിന്റെ ചെവിക്ക് പിടിച്ച് വലിച്ച് അവനെ ക്ലാസ്സിലേക്ക് തിരികെ കൊണ്ടുവന്നു. അടുത്ത ദിവസം വാങ് കഥാപുസ്തകങ്ങൾ വാങ്ങാൻ മിസ് ഫെന്നിന്റെ അടുത്ത് ചെന്നെങ്കിലും അവൾ അവന് പുസ്തകങ്ങളൊന്നും നൽകാൻ കൂട്ടാക്കിയില്ല. ഇത് കേട്ടപ്പോ വാങ്ങിന് വലിയ നിരാശ തോന്നി. മിസ് ഫെൻ പറഞ്ഞു, അടുത്ത പരീക്ഷയിൽ നിനക്ക് 70% മാർക്ക് വാങ്ങാൻ കഴിഞ്ഞ ഞാൻ നിങ്ങളെ എല്ലാവരെയും വീണ്ടും കഥാപുസ്തകം വായിക്കാൻ അനുവദിക്കും. വാങ് അത് കേട്ടതും സന്തോഷവാനായി. അത് ഗൗരവമായിട്ടെടുത്ത് അവൻ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവൻ പഠനത്തിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നറിയാമോ? ഒഴിവു സമയം ചിലവഴിച്ചിരുന്ന മരം അവന്റെ ആ പഠന കേന്ദ്രമായി. രാത്രി വൈകിയും അവൻ ഇരുന്നു പഠിച്ചു. സ്കൂളിലെ കളിസമയത്ത് പോലും അവനൊരു മൂലയ്ക്ക് പോയിരുന്നു വായിച്ചു. പരീക്ഷാ ദിവസം എത്തിച്ചേർന്നു. അന്ന് രാവിലെ പരിഭ്രാന്തിയോടെ അവൻ മരത്തിലിരുന്ന് തന്റെ ശരീരത്തിലുടനീളം കോപ്പിയടിക്കാൻ നോട്ടുകൾ എഴുതി വെച്ചു. പക്ഷേ മിസ് ഫെൻ അത് ശ്രദ്ധിക്കുകയും ആ നോട്ടുകൾ കഴുകിക്കളയാനും കോപ്പിയടിക്കാതെ ജയിക്കാനും അവനോട് ആവശ്യപ്പെട്ടു. അറിയാവുന്നത് മാത്രം എഴുതിയാൽ മതി എന്നായിരുന്നു അവനോട് അവൾ പറഞ്ഞത്. ഇത് ഭാവിയിൽ നിന്നെ സഹായിക്കും എന്നും അവർ കൂട്ടിച്ചേർത്തു. തുടർന്ന് പരീക്ഷ ആരംഭിച്ചു. വാങ് ശാന്തനായിട്ട് എഴുതി. തനിക്കറിയാവുന്നത് മാത്രമായിരുന്നു അവൻ എഴുതിക്കൊണ്ടിരുന്നത്. ക്ലാസ് നിരീക്ഷിക്കാൻ മിസ് ഫെൻ വന്നപ്പോ താൻ കോപ്പിയടിക്കുന്നില്ലെന്ന് കാണിക്കാൻ വാങ് തന്റെ കൈകളും ഷർട്ടും ഉയർത്തി കാണിച്ചു കൊടുത്തു. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഒടുവിൽ ഫലപ്രഖ്യാപന ചടങ്ങിന്റെ ദിവസം എത്തി. മിസ്റ്റർ മിങ് നീണ്ട പ്രസംഗം നടത്തിയതിനാൽ എല്ലാവരും ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിരുന്നു. പിന്നാലെ സമ്മാന വിതരണം ആരംഭിച്ചു. സ്കൂളിലെ ആദ്യ 5 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. ആദ്യ 5-ൽ ഇല്ലാതിരുന്നതിനാൽ വാങ്ങിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. എന്നാൽ അവൻ 75% മാർക്ക് നേടിയിരുന്നു. എപ്പോഴും പരാജയപ്പെട്ടിരുന്ന വിദ്യാർത്ഥി ഇപ്പോൾ സ്വന്തം പരിശ്രമത്തിലൂടെ ഇത്രയും നല്ല വിജയം കൈവരിച്ചിരിക്കുന്നു. അതിനായി മിസ് ഫെൻ ഒരു വെളുത്ത പേപ്പറിൽ തന്റെ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ക്ലാസിന്റെ മുന്നിൽ വെച്ച് അവന് സമ്മാനിച്ചു. മാത്രമല്ല ആ അധ്യാപിക അതിന്റെ ചിത്രവും പകർത്തി. വാങ് അത്യധികം സന്തോഷവാനായി കഴിഞ്ഞിരുന്നു. എല്ലാവരുടെയും മുന്നിൽ തന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ച് അവൻ അഹങ്കരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവൻ വീട്ടിൽ വന്ന് മാതാപിതാക്കളെ അത് കാണിച്ചപ്പോ അവന്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. എന്നാൽ അച്ഛൻ പറഞ്ഞു, ഇതൊരു യഥാർത്ഥ സർട്ടിഫിക്കറ്റ് അല്ല, നിന്റെ ടീച്ചർ സ്വയം ഉണ്ടാക്കിയതാ. അടുത്ത പരീക്ഷയിൽ നീ ഒരു അസൽ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കണം. അടുത്ത ദിവസം രാവിലെ അവൻ മരത്തിന്റെ കൊമ്പിലിരിക്കുമ്പോ കൂട്ടുകാർ അവന് മിഠായികൾ കൊണ്ടുവന്നു കൊടുത്തു. വാങ് ബാഗ് താഴേക്കിറക്കി ബാഗിനുള്ളിൽ മിഠായികൾ ഇടൂ എന്ന് പറഞ്ഞു. കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ പരീക്ഷകൾ കഴിഞ്ഞു, അതുകൊണ്ട് നീ മിസ് ഫെന്നിൽ നിന്ന് ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ വാങ്ങിത്തരണം. വാങ് സമ്മതിച്ചു. അവർ അവനെ ഒരു രാജാവിനെ പോലെ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ സഹായിച്ചു. അവൻ മുന്നിൽ നടന്നു. അവരെല്ലാവരും പ്രജകളെപ്പോലെ അവനെ അനുഗമിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ കാത്തു നിൽക്കൂ, ഞാൻ പോയി പുസ്തകങ്ങൾ കൊണ്ടുവരാം. അപ്പോഴാണ് മിസ്റ്റർ മിങ് പറഞ്ഞത്, മിസ്റ്റർ ഫെൻ അവളുടെ സുഹൃത്തിനെ കാണാൻ പോയിരിക്കുകയാണ്, ഇവിടില്ല. ഇതും പറഞ്ഞ് അദ്ദേഹം അവരെ അവിടെ നിന്ന് ഓടിച്ചു. പിന്നീട് ഇടവേളയിൽ വാങ്ങിന്റെ സഹപാഠികൾ ഉറങ്ങുമ്പോ അവൻ മിസ് ഫെന്നിന്റെ മുറിയിൽ കിടക്കാൻ പോയി. പെട്ടെന്നവൻ അവളുടെ ക്യാമറ കണ്ട് അത് വെച്ച് കളിക്കാൻ ആരംഭിച്ചു. മിസ് ഫെൻ തിരിച്ചെത്തിയപ്പോ ക്യാമറ മാറ്റിവെക്കാൻ അവൻ പെട്ടെന്ന് മുറിയുടെ ഒരു ഭാഗത്തേക്ക് മാറി. മിസ് ഫെന്നും അവളുടെ കാമുകനും മുറിയിലേക്ക് പ്രവേശിച്ചു. മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ വാങ് കട്ടിലിനടിയിൽ ഒളിച്ചു. അവൾ
അവർ ഒരുമിച്ചിരിക്കുന്നത് കണ്ട് അവന് വലിയ അസൂയ തോന്നി. ഇടവേളയ്ക്കു ശേഷം വാങ് വീണ്ടും അവളുടെ മുറിയിൽ മടങ്ങിയെത്തി. അവിടെ അവൻ അവളുടെ കാമുകനെ കണ്ടു. ലൈബ്രറിയുടെ താക്കോൽ വാങ്ങാൻ വന്നതാണെന്ന് വാങ് പറഞ്ഞു. അവളുടെ കാമുകൻ അവനെ ലൈബ്രറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാങ് തനിക്ക് ആവശ്യമുള്ള കഥാപുസ്തകങ്ങൾ ശേഖരിച്ചു. മിസ് ഫെന്നിന്റെ കാമുകൻ ഫെന്നിന്റെ ആ ചുവന്ന ഷൂസ് ധരിച്ചിരുന്നത് അവൻ ശ്രദ്ധിച്ചു. അന്നൊരു ദിവസം വിശ്രമമുറിയിൽ പോകാൻ ഫെൻ അവനെ സമ്മാനിച്ച അതേ ഷൂസായിരുന്നു അത്. അത് കണ്ടപ്പോ വാങ്ങിന്റെ അസൂയ ഒന്നുകൂടി വർദ്ധിച്ചു. സ്കൂള് കഴിഞ്ഞപ്പോ മിസ് ഫെന്നും അവളുടെ കാമുകനും വിദ്യാർത്ഥികളോടൊപ്പം കളിക്കുകയായിരുന്നു. വാങ് അവളുടെ കാമുകനെ ആവർത്തിച്ച് ആക്രമിച്ചുകൊണ്ടിരുന്നു. ഇത് കാരണം മിസ് ഫെൻ അവനെ കളിയിൽ നിന്നൊഴിവാക്കി. അടുത്ത ദിവസം വാങ് കഥാപുസ്തകങ്ങൾ തിരികെ നൽകാനായി വന്നു. ആ സമയത്ത് മിസ് ഫെന്നിന്റെ കാമുകൻ വെള്ള ഷർട്ടും ചുവന്ന ടൈയും ധരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുടി ഹെയർ സ്പ്രേ ഉപയോഗിച്ച് കൃത്യമായി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ള ഷർട്ടും ചുവന്ന ടൈയും ധരിക്കുമ്പോൾ ആൺകുട്ടികളെ കാണാൻ വളരെ സുന്ദരന്മാരായിരിക്കുമെന്ന് മിസ് ഫെൻ ആ സമയം പറഞ്ഞു. അത് കേട്ട അടുത്ത ദിവസം രാവിലെ വാങ് ഒരു ബക്കറ്റ് കുടിവെള്ളത്തിൽ നന്നായി കുളിച്ചു. തുടർന്ന് വെള്ള ഷർട്ടും ചുവന്ന ടൈയും ധരിച്ചു. അവന്റെ അച്ഛൻ ഉപയോഗിക്കുന്ന മരമൊട്ടിക്കുന്ന പശു ഉപയോഗിച്ച് മുടി ചീകിയൊതുക്കി. കണ്ണാടിയിൽ സ്വന്തം രൂപം നോക്കിയപ്പോ അവനോട് തന്നെ ഒരു പ്രണയം തോന്നി. അവൻ സ്കൂളിൽ എത്തിയപ്പോ കൂട്ടുകാർ അവനെ കളിയാക്കി ചോദിച്ചു, നിന്റെ മുടി എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ? അവൻ മറുപടി പറഞ്ഞു, ഞാൻ എന്റെ മുടിയിൽ ഹെയർ സ്പ്രേ ഉപയോഗിച്ചതാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇതിനിടയിൽ മിസ് ഫെന്നിന്റെ കാമുകൻ വന്ന ശേഷം അവൾ അവനോട് നന്നായി സംസാരിക്കുന്നേയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ സങ്കടപ്പെട്ടു. അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അപ്പോ മിസ് ഫെൻ അവനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നിന്റെ കൂടെ പുറത്തു വരാം. മിസ് ഫെൻ അവളുടെ കാമുകനോടൊപ്പം വാങ്ങിന്റെ മരത്തിനടുത്തേക്ക് വന്നു. അവളുടെ കാമുകൻ വാങ്ങിന്റെ ഊഞ്ഞാലിൽ കയറിയിരുന്നു. അത് കണ്ട് വാങ്ങിന് കടുത്ത ദേഷ്യം വന്നു. അല്പം കഴിഞ്ഞ് മിസ് ഫെന്നും അവളുടെ കാമുകനും പക്ഷിമുട്ടകൾ തിരയാൻ പോയി. അത് കണ്ടതും ആരെങ്കിലും ഇനി വന്ന് ആ ഊഞ്ഞാലിൽ ഇരുന്നാൽ വീഴാൻ പാകത്തിന് അവൻ ആ ഊഞ്ഞാലിന്റെ കയർ മുറിച്ചു വെച്ചു. പക്ഷികളെ പിടിക്കാനും പക്ഷിമുട്ടകൾ നോക്കാനും പോയ ഫെന്നും കാമുകനും കുറച്ച് പക്ഷിമുട്ടകൾ കണ്ടെത്തി. അവർ വാങ്ങിന്റെ അടുത്തേക്ക് അത് കൊണ്ടുവന്നു. പിന്നാലെ വാങ് അത് പാകം ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഫെൻ ഊഞ്ഞാലിൽ കയറുകയും കയറുപൊട്ടി അവൾ നിലത്ത് വീഴുകയും ചെയ്തു. അതവന്റെ മനസ്സിൽ വല്ലാത്തൊരു മുറിവേൽപ്പിച്ചു. അവൻ ഏറെ വേദനിച്ചു. പിന്നീട് കുറേയധികം ദിവസങ്ങൾക്ക് ശേഷം വാങ് എപ്പോഴും ആ മരത്തിൽ തന്നെ ഒരുപാട് സമയം ചിലവഴിക്കുന്നത് കണ്ട് അവന്റെ അച്ഛൻ ആ മരം മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. അദ്ദേഹം ആ മരം മുറിച്ചു മാറ്റുമ്പോഴും വാങ് ഒരുപാട് കരഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും ചെവികൊണ്ടില്ല. ആ മരം മുറിച്ചു വീഴ്ത്തുക തന്നെ ചെയ്തു. അവന്റെ വീടായിരുന്ന ആ മരം. പിന്നീട് അവൻ ക്ലാസ്സിലെ ആദ്യത്തെ ബെഞ്ചിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ ഒട്ടും കുസൃതി കാണിക്കാറില്ല. എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുകയാണ് പതിവ്. ക്ലാസ്സിലെ ഒന്നാമനായി അവൻ ഇപ്പോൾ മാറുകയും ചെയ്തു. അതിനുശേഷം മിസ്റ്റർ മിങ് അവനെ വിളിച്ചു പറഞ്ഞു, നിനക്കൊരു കത്ത് വന്നിട്ടുണ്ട്. ആ കത്ത് മിസ് ഫെന്നിന്റേതായിരുന്നു. അവൻ ആ കത്ത് വായിച്ചു. ഊഞ്ഞാലിൽ നിന്ന് വീണ ദിവസം തന്റെ കൈ ഒടിഞ്ഞിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തനിക്ക് പൂർണ്ണമായും ഭേദമായെന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം ഇതിനകം താൻ പൂർത്തിയാക്കിയെന്നും അതിൽ എഴുതിയിരുന്നു. കവറിനുള്ളിൽ അവൾ കുറച്ച് ഫോട്ടോകളും വെച്ചിരുന്നു. താൻ വൈകാതെ അവരെ സന്ദർശിക്കാൻ എത്തുമെന്നും വാങ്ങിനൊപ്പം ചിലവഴിച്ച ആ ദിവസങ്ങൾ താൻ ഒരിക്കലും മറക്കില്ലെന്നും ആ ദിവസങ്ങളിൽ താൻ സ്വന്തം കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോയതായും അതെല്ലാം മികച്ച അനുഭവങ്ങളായിരുന്നുവെന്നും അവൾ കൂട്ടിച്ചേർത്തിരുന്നു. കവറിൽ അവളുടെ വിലാസമുണ്ടായിരുന്നു. വാങ്ങത് നോക്കിക്കണ്ടു. വാങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ അവൾക്ക് സ്ഥിരമായി കത്തെഴുതാം. അവൻ നന്നായി പഠിക്കുമെന്നും ഇനിയൊരിക്കലും കുസൃതി കാണിക്കില്ലെന്നും അവൾ ആ കത്തിൽ പ്രത്യാശിച്ചിരുന്നു. വാങ്ങിന്റെ മുഖത്ത് പക്ഷേ വലിയ സന്തോഷമൊന്നും പ്രകടമായിരുന്നില്ല. അവൻ അന്ന് തന്റെ കളിപ്പാട്ട പെട്ടി എടുത്തുകൊണ്ടുവന്നു. മുറിച്ചു മാറ്റപ്പെട്ട അവന്റെ വീടായിരുന്ന ആ മരത്തിനടുത്തെത്തി. അതിനു താഴെ ഒരു കുഴി കുഴിച്ച് അതിനകത്ത് അതെല്ലാം നിക്ഷേപിച്ച് അവൻ മണ്ണിട്ട് മൂടി. എന്നിട്ട് കുസൃതികളില്ലാതെ നിസ്സഹായതയോടെ ആ കുഞ്ഞു മുന്നോട്ട് നടന്നു നീങ്ങാൻ തുടങ്ങി. അവന്റെ വീടായിരുന്ന ആ മരം മുറിച്ചു മാറ്റപ്പെട്ടപ്പോൾ മുറിച്ചു മാറ്റപ്പെട്ടത് അവന്റെ ബാല്യം കൂടിയായിരുന്നു. അവന്റെ കളികൾ കൂടിയായിരുന്നു. കുട്ടിക്കാലത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ വരച്ചുകാട്ടി ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചോതുന്ന ഈയൊരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മനോഹര ചലച്ചിത്രവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.